പാലക്കാട് വിദ്യാർത്ഥിയുടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഇപ്പോൾ സ്കൂളിലേക്ക് SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. പോലീസും SFIക്കാരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. പോലീസ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസ് വലയം ഭേദിച്ച് സ്കൂളിനകത്തേക്ക് പ്രവേശിക്കാനാണ് SFI പ്രവർത്തകരുടെ നീക്കം. വലിയ സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മതിൽ ചാടിക്കടന്ന് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ ചെയ്തികളാണ്. 9ാം ക്ലാസ്സിൽ പഠനത്തിൽ ഉഴപ്പിയാൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ 8ാം ക്ലാസ്സിൽ വീണ്ടും പഠിക്കേണ്ടി വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂൾ അധികൃതർ, അധ്യാപകർ ഉൾപ്പെടെ കുട്ടിയിൽ അടിച്ചേൽപ്പിച്ചു. അതിലൂടെ ആശങ്കയുണ്ടായിരുന്നു. ഡിവിഷൻ മാറ്റുമോ എന്ന ഭയം, തൻ്റെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്ന ഭയത്തെ ഉരുവാക്കി. അതും കുട്ടിയെ മാനസികമായി തളർത്തി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് വീട്ടുകാരുടെ ഉൾപ്പെടെ ആരോപണം. അതിലാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധമുണ്ടാകുന്നത്. സ്കൂളിൻ്റെ മതിൽ ചാടിക്കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പല SFI പ്രവർത്തകരും. ശക്തമായ പ്രതിഷേധവും പോലീസുമായി ഏറ്റുമുട്ടലും ഉണ്ടാവുകയാണ്.
അടിച്ചപ്പോഴാണ് പോലീസുകാരായിട്ട് മുന്തുന്നതായത്. ഞങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ഇതിനകത്തേക്ക് തോന്നും. ആവശ്യങ്ങൾ ഞങ്ങളെ 10ഓളം വരുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് തീർത്തും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ സ്കൂളിനകത്ത് ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷത്തിന് മുമ്പ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളെ കൊലക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മാനേജ്മെന്റും അധ്യാപകരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. 3 അധ്യാപകരെ പിരിച്ചുവിട്ടത് കൊണ്ട് തീരുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സ്കൂളിനകത്തെ സിസ്റ്റം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ഈ സ്കൂളിനകത്തെ ഗേറ്റ് എടുത്ത കഴിയും. അജിത് ബാബു കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ വിദ്യാർത്ഥിനിയുടെ മരണം നമ്മളെല്ലാം മാനസികമായി തളർത്തിയിരിക്കുന്നതാണ്. സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് മാനസികമായ പീഡനം ഉണ്ടായിരിക്കുന്നു ആ വിദ്യാർത്ഥിക്ക് എന്നുള്ളതായിരുന്നു ആരോപണം. മാനേജ്മെന്റ് അതിനുശേഷവും പ്രതികാര നടപടി പല വിദ്യാർത്ഥികൾക്കെതിരെ തുടർന്നു എന്ന ആരോപണവും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ വലിയ സംഘർഷത്തിലേക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. അനുനയിപ്പിക്കാനാകുമോ വിദ്യാർത്ഥികളെ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ മാർച്ച് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ സ്കൂളിന്റെ അകത്ത് PTI യോഗം ആരംഭിച്ചത്. അപ്പോൾ ഈ SFI സമാധാനപരമായാണ് ഈ മാർച്ച് എത്തിയത്. എന്നിട്ട് പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു തങ്ങളുടെ 2 പ്രതിനിധികളെ അകത്തേക്ക് കടത്തിവിടണം, തങ്ങൾക്ക് അവിടെ 10ഓളം ആവശ്യങ്ങൾ പറയാനുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയണം. പക്ഷേ പോലീസ് എന്തിന് തയ്യാറായില്ല. ഇതോടുകൂടിയാണ് വലിയ രീതിയിലെ പ്രശ്നങ്ങളിലേക്ക് പോയത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ പ്രവർത്തകന്റെ തലയ്ക്ക് ലാത്തി വെച്ച് അടിച്ചു എന്നുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. തുടർന്ന് ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ ഈ ഗേറ്റിന്റെ മുമ്പിലേക്ക് എത്തി സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിന്റെ മുമ്പിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ പോലീസ് വീണ്ടും ഇവരെ തടഞ്ഞു. ഇതോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് SFI പ്രവർത്തകർ പല വഴികളിലൂടെ മതിൽ ചാടിക്കടന്ന് സ്കൂളിന്റെ അകത്തേക്ക് കയറിയത്. ഇപ്പോൾ പോലീസ് ഈ സ്കൂളിന്റെ അകത്തേക്ക് പോയവരെ തിരിച്ചിറക്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. പോലീസും SFI പ്രവർത്തകരും തമ്മിൽ പലതവണ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യം പറയാൻ സമാധാനപരമായ അവസരം ഉണ്ടാക്കി തരണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോഴും വാക്കുതർക്കം തുടരുകയാണ്. നമുക്കറിയാം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പല കോണിൽ നിന്നായി ഈ പ്രശ്നത്തിൽ ഉയർന്നു വന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്നലെ വലിയ സമരം ഉണ്ടാകുകയും 3
അധ്യാപകരെ ആരോപണ വിധേയരായ 3 അധ്യാപകരെ പിരിച്ചുവിടാനുള്ള നടപടി ഉൾപ്പെടെ സ്വീകരിച്ചു. പക്ഷേ ഈ കാര്യത്തിൽ സമഗ്രമായ ഒരു മാറ്റം വേണം, വിദ്യാർത്ഥികളോടുള്ള സമീപനത്തിൽ മാറ്റം വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അറിയിക്കുന്നത്. കാരണം കാലങ്ങളായി ഈ സ്കൂൾ ഇത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അതുകൊണ്ട് ഈ സമീപനത്തിലാണ് മാറ്റം ഉണ്ടാകണമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. ഏതാണെങ്കിലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അല്ലാതെ ഈ പ്രശ്നം മാത്രം പരിഹരിക്കുക എന്നുള്ളതല്ല തങ്ങളുടെ ലക്ഷ്യമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SFI ഇപ്പോൾ അറിയിക്കുന്നത്. പോലീസുമായി ഇപ്പോഴും തങ്ങളുടെ ആവശ്യം പറയാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാക്കുതർക്കം നടക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ സ്കൂളിനെതിരെ ഉയർന്നു വരുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം ഞങ്ങൾ 5 പേര് ആളുകളാണ്